ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ദാമോദര ചാക്യാർ. ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് BR അംബേദ്കർ. വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ് സമാധാനം, ഭൂമി, അപ്പം. ദേശീയ സുരക്ഷാ സേന NSG ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആഭ്യന്തര മന്ത്രാലയം. താഴെ പറയുന്ന ഏത് മർദ്ദവലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങൾ ഉള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയം. താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. 1 ശരാവതി, 2 താപ്തി, 3 നർമ്മദ, 4 വൈഗ. വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 2, 3 താപ്തി, നർമ്മദ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആക്സിയം ദൗത്യം 4. പഞ്ചവത്സര പദ്ധതിയും അതിന്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ തന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിന്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പ്രസ്താവനകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 1, 4 മാത്രം. പ്രാപ്തമാക്കുന്ന നിയമത്തിന്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു. കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥതയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകൾ വായിച്ചു നോക്കണം. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് 2, 3 മാത്രം. KSPBയുടെ ഉപദേശക പങ്ക് പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. KSPBയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതികളുമായി യോജിപ്പിക്കുക എന്നതാണ്. കേരളത്തിന്റെ ഈ ഗവേണൻസ് സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിന്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? പ്രസ്താവനകൾ വായിച്ചു നോക്കണം. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് 1, 2, 4 മാത്രം. 2024 കേരള സർക്കാർ കാലാവസ്ഥ പ്രതിരോധ കേരള ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിന്റെ ഭരണത്തിന്റെയും ആസൂത്രണ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെപ്പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് 1, 3, 4 മാത്രം. കാലാവസ്ഥ പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ തല പദ്ധതികളിലേക്ക് സംയോജിപ്പിക്കുന്നു. ദുരന്ത സാധ്യതയുള്ള മേഖലകൾക്കുള്ള നീർത്തട അധിഷ്ഠിത വികസനത്തിനും പ്രകൃതി അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിഹാരങ്ങൾക്കും ഇത് ഊന്നൽ നൽകുന്നു. ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥ ദുർബലത സൂചികയുടെ ഉപയോഗം ഇത് നിർബന്ധമാക്കുന്നു. ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകൾ വായിച്ചു നോക്കണം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് 1, 2 മാത്രം. ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കുന്നതിന് അതിന്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. 2, ഇത് 1997 അംഗീകരിക്കുകയും 2005 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. താഴെ ഹൃദയപേശി കോശങ്ങളുടെ ഗുണവിശേഷതകൾ നൽകിയിരിക്കുന്നു. നിങ്ങൾ വായിച്ചു നോക്കണം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് 1, 4 മാത്രം. ശരിയായ പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. ഇത് വരയുള്ളതും അനിയന്ത്രിതവുമാണ്. ഇത് ഓട്ടോണമിക് നാഡി നാരുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു.
വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. താഴെ നൽകിയിരിക്കുന്ന കോമ്പിനേഷനുകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. തയാമിൻ, ബെറിബെറി, കാൽസിഫെറോൾ റിക്കറ്റുകൾ, റെറ്റിനോൾ, നൈറ്റലോപ്പിയ, വിറ്റാമിൻ സി, സ്കർവി, നയാസിനിമൈഡ്, പെല്ലഗ്ര. അമിനോ ആസിഡുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകൾ വായിച്ചു നോക്കണം. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് 2, 3 മാത്രം. ഗ്ലൈസിൻ ഏറ്റവും ചെറിയ അമിനോ ആസിഡാണ്. സിസ്റ്റീൻ, മെത്തിയോണിൻ എന്നിവ സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകളാണ്. പ്രമേഹത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകൾ വായിച്ചു നോക്കണം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് 1, 2 മാത്രം. കാല അസർ രോഗം മൂലമുണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ആണ് ലീഷ്മാനിയ ഡോണോവാനി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നയനാമൃതം 2.0 കേരളത്തിന്റെ ഒരു AI പവർ നേത്ര പരിശോധനാ സംരംഭമാണ്. ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ AI സഹായത്തോടെയുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാമാണിത്. റെമഡിയോയുടെ AI സാങ്കേതിക വിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗകര്യം, കാര്യക്ഷമത, ചെലവ്, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്ന നയനാമൃതം 2.0. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. മേൽ പറഞ്ഞവയെല്ലാം. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിലെ ഏതു വകുപ്പാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 8. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവര അപേക്ഷ ഡാഷ് ആണെങ്കിൽ നിരസിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഇത് പകർപ്പവകാശത്തെ ലംഘിക്കുന്നു. 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 പ്രധാന ഫോക്കസ് എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ് മൂന്നാം കക്ഷി വിവരങ്ങൾ. ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 100. ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നതായി പ്രഖ്യാപിക്കാം? ഓപ്ഷൻ ബി ആണ് 60 ദിവസം. 101 ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിനു കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 279A. ഏത് ആർട്ടിക്കിളിനു കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയെയോ ഇരു സഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക? ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 86. അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലികാവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ്? ഓപ്ഷൻ എ ആണ് 44ാം ഭേദഗതി. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി ആണ് നിയമപ്രകാരം പാർലമെന്റ്. 105ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി ആണ് OBC-കളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കൽ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെൻസിറ്റീവായ വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കേന്ദ്ര സർക്കാർ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നുമായി കൂടിയാലോചിച്ച് നിർദ്ദേശിക്കേണ്ടതാണ്. ഓപ്ഷൻ എ ആണ് ഉചിതമെന്ന് കരുതുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ അസോസിയേഷനുകളോ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി പൊരുത്തപ്പെടുത്തുക. ഒന്ന് വായിച്ചു നോക്കണം. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. സെക്ഷൻ 66C മോഷണം തിരിച്ചറിയുക. സെക്ഷൻ 66D ആൾമാറാട്ടം വഴിയുള്ള വഞ്ചന. സെക്ഷൻ 66E സ്വകാര്യതയുടെ ലംഘനം. സെക്ഷൻ 66F സൈബർ ഭീകരത. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഇവയാണ്. ഓപ്ഷൻ ബി ആണ് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് ഡിജിറ്റൽ റുപ്പി. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഏത് ഷെഡ്യൂളിലാണ് ഇലക്ട്രോണിക് ഒപ്പുകൾക്കുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ ബി ആണ് 2-ാം ഷെഡ്യൂൾ. ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന IMSI നമ്പറിൽ എത്ര അക്കങ്ങളുണ്ട്? ഓപ്ഷൻ സി ആണ് 15 അക്കങ്ങൾ. ഇന്റർനെറ്റ് മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ GPS എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. താഴെ പറയുന്നവയിൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ് ഒരു വകഭേദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കുന്നതിനെക്കുറിച്ചുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ്. ഓപ്ഷൻ ഡി ആണ് സെക്ഷൻ 65. താഴെ പറയുന്ന കേസുകളിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ATM സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ അല്ലെന്നും ATMകൾ ഉപയോഗിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്ന ജോലികൾ നിർവഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചു. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഡൈബോൾഡ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് വാണിജ്യ നികുതി കമ്മീഷണർ.
ഏത് നവ ഫ്രോയിഡിയനാണ് സാമൂഹിക ഘടനകൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകളിലുള്ള ഫ്രോയിഡിന്റെ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്തത്? ഓപ്ഷൻ സി ആണ് ആൽഫ്രഡ് അഡ്ലർ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ പൈ പ്രതിഭാസത്തെ പഠിച്ചുകൊണ്ട് ഇത് വിശദീകരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ചലനം സംഭവിക്കാത്തപ്പോഴും നമ്മൾ ചലനം മനസ്സിലാക്കുന്നു. പ്രകടനം കുറയുമ്പോൾ ടാസ്ക് സ്വിച്ചിങ് ചെലവുകൾ സംഭവിക്കുന്നു. കാരണം ഓപ്ഷൻ ബി ആണ് ജോലികൾക്കിടയിൽ ശ്രദ്ധ മാറ്റൽ. പ്രോസസ്സിംഗ് സിദ്ധാന്തത്തിന്റെ തലങ്ങൾ വാദിക്കുന്നത് മെമ്മറി നിലനിർത്തൽ ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ആഴം. ഫ്ലിൻ പ്രഭാവം എന്താണ്? ഓപ്ഷൻ എ ആണ് കാലക്രമേണ ശരാശരി IQ സ്കോറുകളിൽ കാണപ്പെടുന്ന വർധനവ്. ഒരു സാമൂഹിക പരിപാടിയിൽ ഒരു വ്യക്തി അറിയാതെ തന്നെ മറ്റുള്ളവരുടെ പുഞ്ചിരിയും ചിരിയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് പങ്കിട്ട പോസിറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണമാണ് ഓപ്ഷൻ എ ആണ് വൈകാരിക പകർച്ചവ്യാധി. ഒരു വ്യക്തിക്ക് തീവ്രമായ ഭയവും പറക്കൽ ഒഴിവാക്കലും അനുഭവപ്പെടുന്നു. ഇത് അവരുടെ യാത്ര ആവശ്യമായ ജോലിയെ തടസ്സപ്പെടുത്തുന്നു. അവരുടെ തെറാപ്പിസ്റ്റ് അവരെ സഹായിക്കാൻ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കുന്നു. ഈ ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വിശ്രമ വിദ്യകൾ പഠിപ്പിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജകങ്ങൾക്ക് വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെ. ഒരു പ്രത്യേക പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾ മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഒരു അധ്യാപകൻ അനുമാനിക്കുകയും തൽഫലമായി അവർക്ക് കുറഞ്ഞ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. ഇത് മോശം പ്രകടനത്തിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണം ഓപ്ഷൻ എ ആണ് സ്വയം നിറവേറ്റുന്ന പ്രവചനം. മധ്യവയസ്സിൽ മറ്റുള്ളവർക്ക് സംഭാവന നൽകാതെ വ്യക്തിപരമായ വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ എ ആണ് സ്തംഭനാവസ്ഥ. പാരമ്പര്യാനന്തര തലത്തിൽ ധാർമ്മിക ന്യായവാദം പ്രചോദിപ്പിക്കുന്നത് ഇവയാണ്. ഓപ്ഷൻ ഡി ആണ് അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും. ഫൈൻഡ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ഗിവൻ ഇൻ ബോൾഡ് ഇൻ ദ ഗിവൻ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഐ വിൽ നെവർ ഫോളോ യു. ഓപ്ഷൻ ബി ആണ് ആഡ്വേർബ്. Correct the given sentence by choosing the suitable verb form from the following options. The girls and boys of class 5th who have registered for the study tour have requesting for leave since yesterday. Option C ആണ് have been requesting. Identify compound complex sentence from the following. Option D ആണ് my friend who was in Dubai came yesterday and gave me some gifts. Choose the correct sentence from the following. Option A ആണ് if you had come I would have joined. Fill in the blanks by using the correct preposition from the options. He fought dash his life the whole day. Option C ആണ് for. Use the appropriate collective noun from the options to complete the given sentence. She found dash of arrows inside the cabin. Option D ആണ് quiver. She had to bite the bullet during her training period. Here the idiom in bold means. Option A ആണ് unpleasant situation. Find out the correctly spelt word from the following. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഓപ്ഷൻ ബി ആണ് ഇലയിട്ട് ചവിട്ടുക. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. വണ്ട് എന്ന് അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. പിപീലിക. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി ആണ് വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദമേത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദമേത്? ഓപ്ഷൻ സി ആണ് നമ്മൾ. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയമെന്ത്? ഓപ്ഷൻ ഡി ആണ് ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ബ്രവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം. ഓപ്ഷൻ സി ആണ് സംക്ഷിപ്തത. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുത്തു എഴുതുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക.
ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 1, 3, 4. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 2, 3, 4. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി ആണ് അറ്റ്ലാന്റിക് സമുദ്രം. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 1, 2, 3. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ, ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് കേരളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്? ഓപ്ഷൻ എ ആണ് പാമ്പാടും ചോല നാഷണൽ പാർക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻ ബി ആണ് കുത്തനെയുള്ള ചെരിവ്. നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ധനനയം. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ഓപ്ഷൻ ബി ആണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 2025-2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് 100. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 2 മാത്രം. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 42-ാം ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86-ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73-ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. 52-ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അയിത്താചാര നിർമ്മാർജ്ജനം. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 1, 2 മാത്രം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയും ആണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാവുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് വനം. ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി ആണ് 1, 3 മാത്രം. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി ആണ് രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ് വിദ്യാസമുന്നതി.
കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ആണ് മുഖ്യമന്ത്രി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ബി ആണ് യോദ്ധാവ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ഓപ്ഷൻ എ ആണ് സിറോഫ്താൽമിയ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? ഓപ്ഷൻ ഡി ആണ് റെഡ് റിബൺ ക്ലബ്ബ്. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 1, 2 ശരിയാണ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. അമൃതാദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് വനസംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോന ലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഓപ്ഷൻ ബി ആണ് റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമൻ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി ആണ് സുനിത വില്യംസ്. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1 മൈക്രോവേവിന്റെ ആവൃത്തി F2 എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡാണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. ഓപ്ഷൻ ബി ആണ് 5 മീറ്റർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ധ്രുവ പ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഫെർമിയം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തിനെ കുറിച്ച് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓൺലി 1 and 2. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻ സി ആണ് ഗേ-ലുസാക്ക് നിയമം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹമൂലകത്തിന്റെ സാന്നിധ്യമാണ് ചാന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഓപ്ഷൻ എ ആണ് സൾഫർ. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ഓപ്ഷൻ സി ആണ് ശക്തൻ തമ്പുരാൻ. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് 1, 2. പ്രായം ചെന്നവർക്കു വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് 1, 2. കീചകവധം, ഉത്തരാ സ്വയംവരം. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ഓപ്ഷൻ എ ആണ് ഗായത്രി സ്പിവാക്. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ വേർഡ് ഇൻഡിഫാറ്റിഗബിൾ. ഓപ്ഷൻ എ ആണ് ഇൻഡോളന്റ്. റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെന്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൻ സെന്റൻസ്. ജോൺ സെഡ് ടു ടീന, വേർ വർ യു ഗോയിങ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ജോൺ ആസ്ക്ഡ് ടീന വേർ ഷീ ഹാഡ് ബീൻ ഗോയിങ്. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ ഷീ ഡാഷ് ബെറ്റർ. ഓപ്ഷൻ ബി ആണ് വുഡ് ഹാവ് ഫെൽറ്റ്. എവറി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ ലൈബ്രറി. ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദ ഫ്രണ്ട്സ് ഡാഷ് ദ ലൈബ്രറി. ഓപ്ഷൻ സി ആണ് ഹാസ് വിസിറ്റ്. ഹിസ് വൈഫ് കാൺഡ് ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. ഓപ്ഷൻ ബി ആണ് പുട്ട് അപ്പ് വിത്ത്. ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദീസ്. ഹാവ് ദ വിപ്പ് ഹാൻഡ് മീൻസ്. ഓപ്ഷൻ ബി ആണ് ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. ഓപ്ഷൻ ബി ആണ് സൗമിത്രി. പര്യായപദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിന്റെ പര്യായപദം എടുത്തെഴുതുക. ഓപ്ഷൻ സി ആണ് ചൂതം. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. വിപരീത പദം എഴുതുക. ഗൗരവം. ഓപ്ഷൻ ഡി ആണ് ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ. ഓപ്ഷൻ എ ആണ് കേൾ പ്ലസ് തു.
കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി ആണ് സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? ഓപ്ഷൻ ഡി ആണ് പൂജക ബഹുവചനം. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗമോടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓപ്ഷൻ എ ആണ് ഓടി. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ഓപ്ഷൻ ബി ആണ് 1, 2, 3. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് വെൽഫെയർ ഓഫീസർ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആരാണ്? ഓപ്ഷൻ ബി പോലീസ് DGP. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം മാത്രം ശരിയാണ്. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? ഓപ്ഷൻ സി ആണ് 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ഓപ്ഷൻ ഡി ആണ് IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? ഓപ്ഷൻ സി ആണ് നിയമമന്ത്രി. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ഓപ്ഷൻ സി ആണ് 48 മണിക്കൂർ. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? ഓപ്ഷൻ എ ആണ് 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാവുന്നു? ഓപ്ഷൻ സി ആണ് 25,000. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് 1, 2, 3. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഓപ്ഷൻ സി ആണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതയുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ സി ആണ് ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 2, 3 മാത്രം ശരിയാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഹൊവാർഡ് ഗാർട്ട്നറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. ഓപ്ഷൻ ഡി ആണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഓപ്ഷൻ ബി ആണ് അവധ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനം അല്ലെങ്കിൽ തീരുമാനങ്ങൾ കണ്ടെത്തുക. 1. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 2. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. 3. നിസ്സഹകരണ സമരം ആരംഭിക്കുക. 4. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണം. ഓപ്ഷൻ എ ആണ് 3 മാത്രം. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? ഓപ്ഷൻ എ ആണ് വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 1, 2, 3. കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ.
താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ആസാം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഓപ്ഷൻ ഡി ആണ് 4 ഉപഗ്രഹം. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദി ആണ്? ഓപ്ഷൻ എ ആണ് മഹാനദി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ് ബാർലി, പയറുവർഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ ബി ആണ് പശ്ചിമഘട്ടം. തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഓപ്ഷൻ എ ആണ് ഇന്ത്യ, ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആര്? ഈ എക്സാം നടക്കുമ്പോൾ ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 1, 2, 3. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമ വികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉജ്ജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ആണ് ഹോർട്ടിക്കൾച്ചർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് PC മഹലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ എ ആണ് 109. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. മായം ചേർക്കൽ, തൊഴിൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല? ഓപ്ഷൻ ബി ആണ് 2. വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ എ ആണ് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്? ഓപ്ഷൻ സി ആണ് PK തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്? ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം 3ഉം. ഹേബിയസ് കോർപ്പസ്, ക്വാ വാറന്റോ, സെർഷ്യൂററി. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് 44. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്? ഓപ്ഷൻ എ ആണ് 2019 ഓഗസ്റ്റ് 5. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം? ഓപ്ഷൻ ബി ആണ് 2022 മുതൽ 2027 വരെ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് 4, കുടുംബശ്രീ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ എ ആണ് 243I, 243Y. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ്? ഓപ്ഷൻ എ ആണ് 22 രൂപ. പട്ടിക 1, പട്ടിക 2 എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. മന്ദഹാസം പദ്ധതി, BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ, സമന്വയ പരിപാടി, ട്രാൻസ്ജെൻഡേഴ്സ്. അഭയകിരണം പദ്ധതി, നിരാലംബരായ വിധവകൾ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം, ഭിന്നശേഷിയുള്ളവർ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? ഓപ്ഷൻ ഡി ആണ് മലേറിയ. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം: ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ഓപ്ഷൻ സി ആണ് വാദം ശരിയാണ്, കാരണം തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറി ബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് 2, 4, 5. തയാമിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തളർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി ആണ് UAE. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി ആണ് തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഓപ്ഷൻ ബി ആണ് -40 ഡിഗ്രി.
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ സി ആണ് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഓപ്ഷൻ എ ആണ് ആവൃത്തി. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓപ്ഷൻ ഡി ആണ് എയും സിയും. ഓക്സിജൻ, സൾഫർ. അക്വാറീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ്? ഓപ്ഷൻ സി ആണ് HCl HNO3. വാഷിംഗ് സോഡയുടെ രാസ സൂത്രവാക്യം ഡാഷ് ആണ്? ഓപ്ഷൻ ബി ആണ് Na2CO3.10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം? ഓപ്ഷൻ ബി ആണ് അലൂമിനിയം. ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ് ജോൺ ഡാൾട്ടൺ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ഓപ്ഷൻ സി ആണ് വങ്കാരി മാതായ്. ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ഓപ്ഷൻ ഡി ആണ് AJ ക്രോണിൻ. കേരളത്തിലെ ഏതു ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ഓപ്ഷൻ ബി ആണ് P. കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ആണ് എബ്രഹാം വർഗീസ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഡാഷ്. ഓപ്ഷൻ ബി ആണ് ഷാൾ വി. ഐ വെന്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. ഓപ്ഷൻ സി ആണ് ദ. ചൂസ് ദ കറക്റ്റ് ഇഡിയം ഫോർ ദ വേർഡ് അണ്ടർലൈൻഡ്. സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രെയിറ്റ് ഏരോ. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ. ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് യു വിൽ സക്സീഡ്. ഫോക്സ് പാസ് മീൻസ്? ഓപ്ഷൻ എ ആണ് an embarrassing or tactless act or remark in a social situation. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓപ്ഷൻ ഡി ആണ് മസ്റ്റ്. നൈദർ സാം നോർ റാം ഡാഷ് പ്രസന്റ്. ഓപ്ഷൻ എ ആണ് ഈസ്. രാഹുൽ സെഡ് ഐ ലിവ് ഇൻ ചെന്നൈ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓപ്ഷൻ എ ആണ് രാഹുൽ സെഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ ചെന്നൈ. സിനോണിം ഫോർ ദ വേർഡ് പ്രപ്പോസ്റ്ററസ്. ഓപ്ഷൻ എ ആണ് കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അട്ടേർലി അബ്സേർഡ്. കുലം, കൂലം ശരിയായ അർത്ഥജോഡി ഏത്? ഓപ്ഷൻ എ ആണ് വംശം, തീരം. ജമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം? ഓപ്ഷൻ ഡി ആണ് മരുമകൻ. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ബി ആണ് ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം? ഓപ്ഷൻ ബി ആണ് നിരാക്ഷേപ പത്രം. അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം? ഓപ്ഷൻ എ ആണ് മതിയെന്നുള്ള ഭാവം. ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ സി ആണ് നനവുള്ള. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് വിണ്ണാർ. സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? ഓപ്ഷൻ ബി ആണ് പരിപത്രം. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ഡി ആണ് ക്ഷയം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ? ഓപ്ഷൻ ഡി ആണ് സെൻട്രൽ ജയിൽ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ? ഓപ്ഷൻ സി ആണ് തവനൂർ. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക? ഓപ്ഷൻ ബി ആണ് വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം? ഓപ്ഷൻ ബി ആണ് 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്കുമേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം? ഓപ്ഷൻ സി ആണ് 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധി ഉള്ളവ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ എ ആണ് വൈസ് പ്രസിഡന്റ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആര്? ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ബി ആണ് വകുപ്പ് 2(1)(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ഓപ്ഷൻ ബി ആണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്? ഓപ്ഷൻ എ ആണ് 3 വർഷ കാലയളവ്. പുനർനിയമന യോഗ്യതയുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആര്? ഓപ്ഷൻ ബി ആണ് 1 സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഓപ്ഷൻ ഡി ആണ് 2 ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏത്? ഓപ്ഷൻ എ ആണ് 4 വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ സി ആണ് 3 ഹൊവാർഡ് ഗാർഡ്നർ. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം? ഓപ്ഷൻ ഡി ആണ് 3 ആത്മസാക്ഷാത്കാര ആവശ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? ഓപ്ഷൻ ബി ആണ് 3 മാത്രം. ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കാം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് 1, 2. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബ് ആണ് എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 2, 3, 4. ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ബി ആണ് റൂസോ. താഴെ പറയുന്നവയിൽ സൺയാത്സെന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് 2 മാത്രം. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് 3 മാത്രം. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ബൈതർണി. പമ്പ നദിയുടെ പതനസ്ഥാനം? ഓപ്ഷൻ ബി ആണ് വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏത്? ഓപ്ഷൻ സി ആണ് തെർമോസ്ഫിയർ. പർവേസ് മുഷറഫ് ഏതു രാജ്യത്തിന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു? ഓപ്ഷൻ ബി ആണ് പാകിസ്ഥാൻ. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ഭൂപരിഷ്കരണം. ഇന്ത്യയിലെ 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള സർക്കാർ ചെലവ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 1, 3, 4 എന്നിവ ശരിയാണ്. 1935 സ്ഥാപിതമായി 1949 ദേശസാൽക്കരിച്ചു. ആസ്ഥാനം മുംബൈ ആണ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി ആണ് 1, 2, 4 ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ അബവ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുക്കുന്നത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ഓൺലി 1 and 2. പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ ആണ് ഓൾ ഓഫ് ദ അബവ്. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ഓൺലി 3 വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഓൾ ഓഫ് ദ അബവ്.
അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഓൺലി 2. സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ബി ആണ് ഓൺലി 1 and 2. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഓൺലി 2 and 3. സംസ്ഥാന ലിസ്റ്റ് ജയിൽ, മദ്യം, വാണിജ്യം. കൺകറന്റ് ലിസ്റ്റ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഓൺലി 2 and 3. ശരിയായ പ്രസ്താവന നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ സി ആണ് ഓൺലി 2 and 3. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണ് ഉള്ളത്. കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണ് ഉള്ളത്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ അബവ്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏത്? ഓപ്ഷൻ സി ആണ് ആന്റിബോഡികളായ A, B എന്നിവ കാണുന്നു. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ആണ് സസ്യങ്ങൾ. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഓപ്ഷൻ ഡി ആണ് ജീൻ മാപ്പിംഗ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്? ഓപ്ഷൻ എ ആണ് തൊണ്ടമുള്ള്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏത്? ഓപ്ഷൻ സി ആണ് ലിഗേസ്. അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി ആണ് 3, 4. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്ര? ഓപ്ഷൻ എ ആണ് 40 സെന്റിമീറ്റർ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? ഓപ്ഷൻ ഡി ആണ് 50 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV D2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹമേത്? ഓപ്ഷൻ ബി ആണ് ആസാദിസാറ്റ് 2. W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ഓപ്ഷൻ ബി ആണ് ടങ്സ്റ്റൺ. ചുവടെ നൽകിയിരിക്കുന്നതിൽ കപട സംക്രമണ മൂലകം ഏത്? ഓപ്ഷൻ എ ആണ് കാഡ്മിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഓപ്ഷൻ ഡി ആണ് പ്ലൂട്ടോണിയം. അറ്റോമിക സംഖ്യ 11 ആയ മൂലകത്തിന്റെ L ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? ഓപ്ഷൻ സി ആണ് 8. വെള്ളായി അപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏത്? ഓപ്ഷൻ ബി ആണ് കടൽ തീരത്ത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര്? ഓപ്ഷൻ സി ആണ് വള്ളത്തോൾ. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര്? ഓപ്ഷൻ ഡി ആണ് കർണം മല്ലേശ്വരി. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ് വിൻസെന്റ് വാൻ ഗോഗ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതി ഏത്? ഓപ്ഷൻ സി ആണ് കേരള ഹൈക്കോടതി. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. സുമ ബ്രോക്ക് ദ ഗ്ലാസ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഡിഡൻ ഷീ. ഡ്രഗ്സ് ആൻഡ് ലിക്കർ ഡാഷ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഓപ്ഷൻ സി ആണ് ആർ. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. പിക്ക് ഔട്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡാഷ്. ഓപ്ഷൻ സി ആണ് ഡിസ്പയർ. മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. ഓപ്ഷൻ എ ആണ് ഡ്യുവൽ. ആന്റണിം ഓഫ് ഡസ്ക്. ഓപ്ഷൻ സി ആണ് ഡോൺ. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്. ഓപ്ഷൻ ബി ആണ് ഡക്ക്. റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് എൻ എയ്റോപ്ലെയിൻ. ഓപ്ഷൻ സി ആണ് ബൈ. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. രമേഷ് സോ എ ഈഗിൾ ഇൻ ദ സൂ. ഓപ്ഷൻ എ ആണ് ആൻ. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. കമല ലവ്സ് മിനി. ഓപ്ഷൻ ബി ആണ് മിനി ഈസ് ലവ്ഡ് ബൈ കമല. അഗ്നി പര്യായപദം എഴുതുക. ഓപ്ഷൻ സി ആണ് അനലൻ. ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ ബി ആണ് ലേഖിക. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ ആണ് നിഷ്കാമം. ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ഓപ്ഷൻ ബി ആണ് ഗർഹ്യം. വാക്കർത്ഥം പിരിക്കുമ്പോൾ. ഓപ്ഷൻ ഡി ആണ് വാക്ക് പ്ലസ് അർത്ഥം. ശരിയായ വാക്യം എടുത്തെഴുതുക. ഓപ്ഷൻ സി ആണ് ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല.
പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻ ബി ആണ് നിങ്ങൾ. അർത്ഥവ്യത്യാസം എഴുതുക. കന്ദരം ഗുഹ, കന്ദരം. ഓപ്ഷൻ ബി ആണ് കഴുത്ത്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയമെന്ത്? ഓപ്ഷൻ ബി ആണ് പ്രായോഗികമല്ലാത്തത്. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ജയിൽ വകുപ്പ് മേധാവി. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ ആണ് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ ബി ആണ് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ സി ആണ് പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ എ ആണ് സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻ ബി ആണ് ദീപക് സന്ധു. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്? ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻ സി ആണ് APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഫ്രോയിഡ്. താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാലബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ ആണ് ശില്പികൾ. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ആണ് പാരിസ്ഥിതികം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാവുന്നു? ഓപ്ഷൻ ഡി ആണ് ഇച്ഛാഭംഗം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ് ആന്തരിക അഭിപ്രേരണ. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഓപ്ഷൻ സി ആണ് ഡച്ചുകാർ. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് മാവോ സേത്തുങ്. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബ്രിട്ടൻ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് രണ്ടാം വട്ടമേശ സമ്മേളനം. മാരക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്താണ്? ഓപ്ഷൻ സി ആണ് ബ്രസീൽ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 2, 3, 4 എന്നിവ. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ടോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് 1, 2, 3 എന്നിവ. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത്? ഓപ്ഷൻ ബി ആണ് വേലി ബലം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് 1, 4 എന്നിവ. സ്ലിം മിഷൻ ഏതു രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? ഓപ്ഷൻ ബി ആണ് ജപ്പാൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി? ഓപ്ഷൻ എ ആണ് KN രാജ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം? ഓപ്ഷൻ സി ആണ് നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ സി ആണ് 5. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ? ഓപ്ഷൻ എ ആണ് സുമൻ ബെറി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ? ഓപ്ഷൻ ഡി ആണ് ഇതെല്ലാം. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു, ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 1, 3. ഭരണഘടനാ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. ഹൈക്കോടതികളുടെ റിട്ട് അധികാരം? ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 226. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി? ഓപ്ഷൻ സി ആണ് 42ാം ഭേദഗതി. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി ആണ് എയും ഡിയും. ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം. വോട്ട് പാർട്ടിക്ക്. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 2, 3. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. തൊഴിൽ സംഘടനകൾ, മായം ചേർക്കൽ. നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വിശദമായി പരിശോധിക്കുന്നു. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ്? ഓപ്ഷൻ സി ആണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവയിൽ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് സി അച്യുതമേനോൻ.
കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ. ഓപ്ഷൻ ബി ആണ് 11. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഓപ്ഷൻ ബി ആണ് തളിപ്പറമ്പ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ഓപ്ഷൻ സി ആണ് ചിറ്റയം ഗോപകുമാർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാവുന്ന രോഗമേത്? ഓപ്ഷൻ സി ആണ് വട്ടച്ചൊറി. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമേത്? ഓപ്ഷൻ എ ആണ് സെറിബെല്ലം. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ എ. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ്. ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത്? ഓപ്ഷൻ ബി ആണ് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണ ചലനത്തിൽ ബലത്തിനോട് തുല്യമായത്? ഓപ്ഷൻ ഡി ആണ് ടോർക്ക്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥത്തിന്റെ പേര്? ഓപ്ഷൻ സി ആണ് ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൻ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? ഓപ്ഷൻ എ ആണ് അൾട്രാവയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ബി ആണ് അറീനിയസ്. കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപമേത്? ഓപ്ഷൻ സി ആണ് ഗ്രാഫൈറ്റ്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 1, 3, 4 എന്നിവ. SL പുരം സദാനന്ദൻ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് 1, 4. സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ്, സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ. നോവലിന്റെയും നോവലിസ്റ്റിന്റെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് 1, 3. ബുദ്ധിനി സാറ ജോസഫ്, റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് താഴെ പറയുന്നവയിൽ ഏതാണ് പൊതുരേഖയായി നൽകാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ്? ഓപ്ഷൻ സി ആണ് ഫീസ് ഒടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് ഒടുക്കണം? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി? ഓപ്ഷൻ സി ആണ് 5 വർഷം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴ സംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി ആണ് 25,000. സാർവദേശീയ മനുഷ്യാവകാശ ദിനം? ഓപ്ഷൻ ബി ആണ് ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി? ഓപ്ഷൻ എ ആണ് 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം? ഓപ്ഷൻ ബി ആണ് 24 മണിക്കൂർ. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം? ഓപ്ഷൻ എ ആണ് 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ്. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? ഓപ്ഷൻ എ ആണ് 1 വർഷം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ഓപ്ഷൻ സി ആണ് തവനൂർ. കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽപ്പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ? ഓപ്ഷൻ ഡി ആണ് സെൻട്രൽ ജയിൽ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം? ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്? ഓപ്ഷൻ ബി ആണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? ഓപ്ഷൻ ബി ആണ് 6 വയസ്സ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഫ്രോയിഡ്. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്കണ്ഠ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ആണ് ഗാർട്ട്നർ. ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആര്? ഓപ്ഷൻ എ ആണ് ബന്ദൂര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽ പെട്ടത് ഏത്? ഓപ്ഷൻ ഡി ആണ് ആത്മസംതൃപ്തി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻ എ ആണ് ആദിഭാഷ.
കേരളത്തിന്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് പോർച്ചുഗൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ സി ആണ് 1900, 1901. തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏത്? ഓപ്ഷൻ ബി ആണ് ഇൻക സംസ്കാരം. കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ എ ആണ് MGS നാരായണൻ. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏത്? ഓപ്ഷൻ സി ആണ് ഹിമപ്പുലി. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? ഓപ്ഷൻ സി ആണ് കൊച്ചി. താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത? ഓപ്ഷൻ ബി ആണ് 1. ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി? ഓപ്ഷൻ സി ആണ് കോൺകേവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം? ഓപ്ഷൻ എ ആണ് RBI. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വില മെക്കാനിസം. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ് പോസിറ്റീവ്. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം? ഓപ്ഷൻ സി ആണ് മോണോപ്സോണി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് 42. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ആണ് രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം? ഓപ്ഷൻ എ ആണ് 1978. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ? ഓപ്ഷൻ ഡി ആണ് GV മാവ്ലങ്കർ. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്? ഓപ്ഷൻ ബി ആണ് 2019 ഡിസംബർ 11. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം? ഓപ്ഷൻ ഡി ആണ് വരുമാന നികുതി. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക? ഓപ്ഷൻ സി ആണ് നീതി ആയോഗ്. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ എ ആണ് 74. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് MM പരീത് പിള്ള. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ ആണ് 1969. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ? ഓപ്ഷൻ സി ആണ് 100. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ ബി ആണ് 2008. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി ആണ് 2018. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. എന്താണ് ഡോപ്സൺ യൂണിറ്റ്? ഓപ്ഷൻ ബി ആണ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നത്. 2021 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ ആണ് മണ്ണിന്റെ ലവണീകരണം തടയൂ, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ. ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ജീവകം E. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന എയും ബിയും ശരിയാണ്. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം? ഓപ്ഷൻ സി ആണ് സെറിബ്രം. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഓപ്ഷൻ എ ആണ് ആർക്കിമിഡീസ് തത്വം. UV തരംഗം ഒരു ലോഹ പ്രതലത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ഓപ്ഷൻ സി ആണ് X തരംഗം. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ ആണ് പാർസെക്. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്ര? ഓപ്ഷൻ ഡി ആണ് 1600 വാട്ട്. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം? ഓപ്ഷൻ സി ആണ് ഉപ്പുവെള്ളം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം? ഓപ്ഷൻ ബി ആണ് മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? ഓപ്ഷൻ എ ആണ് മിശ്രിതം, സംയുക്ത മിശ്രിതം. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. ഓപ്ഷൻ സി ആണ് 70%. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന
ടി രാമകൃഷ്ണന്റെ നോവൽ ഏത്? ഓപ്ഷൻ സി ആണ് ആൽഫ. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് റെസ്ലിംഗ്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണിക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആര്? ഓപ്ഷൻ ബി ആണ് ചിറക്കൽ തമ്പുരാൻ. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കടലോര പ്രദേശത്തെ. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷയാണ്? ഓപ്ഷൻ ബി ആണ് രേത് സമാധി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി സ്പെൽഡ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ. ഓപ്ഷൻ ബി ആണ് ഈസ്. ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ ഗിവൻ ഓപ്ഷൻസ്. എ ഡ്രീമി സ്റ്റേറ്റ്. ഓപ്ഷൻ എ ആണ് ഡെലീറിയസ്. ഷീ കാൺഡ് ഡാഷ് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ. ഓപ്ഷൻ ഡി ആണ് പുട്ട് അപ്പ് വിത്ത്. ഷീ കുഡിൻ ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസസ്. ഓപ്ഷൻ ഡി ആണ് അഡാപ്റ്റ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ഓപ്ഷൻ സി ആണ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. റീമ റിപ്ലൈഡ് ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്? ഓപ്ഷൻ സി ആണ് കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ് ഇഫ്. ഓപ്ഷൻ ബി ആണ് യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. സെലക്ട് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ ഓഫൻ കം ഹോം ലേറ്റ് ഡാഷ്. ഓപ്ഷൻ ഡി ആണ് ഡോണ്ട് ഐ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് പെൻസീവ്ലി? ഓപ്ഷൻ ബി ആണ് 1, 2 ആൻഡ് 4. ക്രമം അനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി ആണ് 3 മാത്രം ശരി. അനുക്രമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 2 മാത്രം ശരി. കൈയക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ ഡി ആണ് 4 മാത്രം ശരി. കൈ പ്ലസ് അക്ഷരം. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത്? ഓപ്ഷൻ എ ആണ് 2 മാത്രം ശരി. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 4 മാത്രം ശരി. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ സി ആണ് 2 മാത്രം ശരി. ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം. ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് 3 മാത്രം ശരി. സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് 4 മാത്രം ശരി. സുധാംശു. അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ സി ആണ് 2 മാത്രം ശരി. തേനീച്ചക്കൂട്. തെറ്റായ തർജ്ജമ ഏത്? ഓപ്ഷൻ ബി ആണ് 1 മാത്രം ശരി. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? ഓപ്ഷൻ ബി ആണ് തവനൂർ സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ഓപ്ഷൻ ഡി ആണ് 18 മുതൽ 21. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് 1, 2, 4. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൌദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം മാത്രം. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം 4ഉം. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 3 മാത്രം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ് 11 ഡിസംബർ 1998. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഈ എക്സാം നടക്കുമ്പോൾ ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? പ്രസ്താവനകൾ വായിച്ചു നോക്കണം. ഓപ്ഷൻ ബി ആണ് 1 മാത്രം. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? ഓപ്ഷൻ ബി ആണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം 4ഉം. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല.
കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? എക്സാം നടക്കുമ്പോൾ ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. നിലവിൽ കേരള സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്തപ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശാരീരിക ചലനപര ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്? ഓപ്ഷൻ എ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാവുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി ആണ് സാമൂഹികം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്കണ്ഠ. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ആണ് നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ ഡി ആണ് മൈത്രി. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് അമേരിക്കൻ. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരി നിയമം? ഓപ്ഷൻ എ ആണ് റൗലറ്റ് നിയമം. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നത്? ഓപ്ഷൻ സി ആണ് നുബ്ര. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആണ് പശ്ചിമ ബംഗാൾ. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ആണ് ഗൗരി പാർവതിബായ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ഓപ്ഷൻ ബി ആണ് വിദൂര സംവേദനം. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ഓപ്ഷൻ സി ആണ് ബാബാബുദാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് കെ എം പണിക്കർ. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി? ഓപ്ഷൻ എ ആണ് FPTP സമ്പ്രദായം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഓപ്ഷൻ സി ആണ് സുകുമാർ സെൻ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? ഓപ്ഷൻ എ ആണ് MKSS. മിസോ നാഷണൽ ഫണ്ടിന്റെ സ്ഥാപകൻ ലാൽ ഡെങ്ക. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ ബി ആണ് പുനരുപയോഗ യോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവ എല്ലാം. ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ ബി ആണ് 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ സി ആണ് 32. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവ? ഓപ്ഷൻ സി ആണ് 1, 3. വിദ്യാഭ്യാസം, വനം. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? ഓപ്ഷൻ എ ആണ് PK തുങ്കൻ കമ്മിറ്റി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം മാത്രം. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത അല്ലെങ്കിൽ വസ്തുതകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് എ മാത്രം. ശരിയായിട്ടുള്ള വസ്തുതകളൊന്ന് വായിച്ചു നോക്കാം. പണച്ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം 3ഉം. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതി. മൊത്തം ധനക്കമ്മി = മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമി. ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ്? ഓപ്ഷൻ സി ആണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ്? ഓപ്ഷൻ എ ആണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി ആണ് ചുണ്ടേൽ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്ത്? ഓപ്ഷൻ ബി ആണ് എരിത്രോപോയറ്റിൻ. മാതാപിതാക്കൾ ഇരുവരുമോ അതിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി ആണ് സ്നേഹപൂർവം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാവുന്ന രോഗമേത്? ഓപ്ഷൻ എ ആണ് സാർസ്.
താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഒരു ഭൂമി മാത്രം. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് 373 കെൽവിൻ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? ഓപ്ഷൻ ഡി ആണ് 0. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ ആണ് കിലോഗ്രാം. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം? ഓപ്ഷൻ ബി ആണ് ഹാർഡ് ഡിസ്ക്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് 3, 4. എക്സൽ, ജിംബ്. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ആണ് ബാൻഡ് വിഡ്ത്ത്. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? ഓപ്ഷൻ എ ആണ് ഗൂഗിൾ. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്? ഓപ്ഷൻ സി ആണ് IT ആക്ട് 66C. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് 1, 4 എന്നിവ മാത്രം. 1981 സ്ഥാപിതമായി കേരളത്തിലെ സാംസ്കാരിക വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 2, 3 എന്നിവ മാത്രം. 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടക്കും. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പടയണി, തപ്പ്, തെയ്യം, തോറ്റംപാട്ടുകൾ, മുടിയേറ്റ്, കാളി, ദാരിക, പുരാവൃത്തം, കൂടിയാട്ടം, സംസ്കൃത നാടകം. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് 1, 4 എന്നിവ മാത്രം. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം. ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ടവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 1, 2, 4 എന്നിവ മാത്രം. സ്തോത്ര കൃതികൾ, കാൽപ്പനികത, ഖണ്ഡകാവ്യങ്ങൾ. 2026 ശീതകാല ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 1, 4 എന്നിവ മാത്രം. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 1, 3 എന്നിവ മാത്രം. ഹാഡ് ഹി ഗോട്ട് an opportunity, he dash a film. ഓപ്ഷൻ സി ആണ് only 3. would have directed. Nobody contacted me during my difficult times dash. ഓപ്ഷൻ ബി ആണ് did they. The film show starts every day at 8 PM sharp, but today it didn't begin. ഓപ്ഷൻ എ ആണ് on time. Many a man dash urged me to quit this job. ഓപ്ഷൻ സി ആണ് has. Find out the sentence or sentences that is or are grammatically correct. ഓപ്ഷൻ എ ആണ് only 2. Summer is the season dash all creatures on earth appear at their worst. ഓപ്ഷൻ സി ആണ് when. Stephen Hawking has made innumerable studies regarding dash universe. ഓപ്ഷൻ ഡി ആണ് the. The following sentence is a dash sentence. Owing to laziness, he couldn't accomplish his dreams. ഓപ്ഷൻ എ ആണ് simple. Ramesh is good at English and he prefers reading to. ഓപ്ഷൻ സി ആണ് writing. Change the voice. Somebody has changed my attitude. ഓപ്ഷൻ എ ആണ് my attitude has been changed by someone. Find out the word or words that has or have the right spelling. ഓപ്ഷൻ സി ആണ് only 1 and 4. What is the meaning of the idiom have an axe to grind? ഓപ്ഷൻ എ ആണ് to have a strong opinion about something. Which word or words can be used as the antonym of extravagant? ഓപ്ഷൻ സി ആണ് only 1 and 3. Frugal, thrifty. Dash punishment is banned in educational institution. ഓപ്ഷൻ എ ആണ് corporal. Meaning of the phrase sine die is. ഓപ്ഷൻ ഡി ആണ് indefinitely. Find out the plural or plurals of aquarium. ഓപ്ഷൻ ബി ആണ് only 2 and 4. I can always dash my friends in a crisis. ഓപ്ഷൻ എ ആണ് count on. The word greenhouse is a dash word. ഓപ്ഷൻ ഡി ആണ് compound. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക.
താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത്? ഓപ്ഷൻ സി ആണ് 3 മാത്രം. ബീറ്റ് ദ അയേൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗല വാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏത്? ഓപ്ഷൻ ബി ആണ് കാറ്റുള്ളപ്പോൾ പാറ്റുക. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം? ഓപ്ഷൻ ഡി ആണ് പ്രേഷിതാവ്. ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ധീരൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി ആണ് ഭീരു. കവി എന്ന നാമരൂപത്തിന്റെ സ്ത്രീലിംഗം എഴുതുക? ഓപ്ഷൻ ഡി ആണ് കവയിത്രി. വിഗ്രഹാർത്ഥം എഴുതുക? കല്യാണ പന്തൽ. ഓപ്ഷൻ സി ആണ് കല്യാണത്തിനുള്ള പന്തൽ. താഴെ തന്നിട്ടുള്ളവയിൽ ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. 2. 1791 ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റിൽ കോട്ട ആക്രമിച്ചു. 3. അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തേതും മൂന്നാമത്തേതും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? 1. കുളച്ചൽ യുദ്ധം, 2. ആറ്റിങ്ങൽ കലാപം, 3. തൃപ്പടിദാനം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 1, 3. ആദ്യം നടക്കുന്നത് ആറ്റിങ്ങൽ കലാപം, അതിനുശേഷം കുളച്ചൽ യുദ്ധം, അതിനുശേഷം തൃപ്പടിദാനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തേത് മാത്രമാണ് ശരി. ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇൽബർട്ട് ബിൽ വിവാദം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1. കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ സി കേശവൻ അറസ്റ്റിലായി. 2. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. 3. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. 4. EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗ്രീൻലാൻഡ്. വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. 2. വായു ചൂടാവുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാവുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. 3. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ മാത്രം. ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രം, കുറോഷിയോ പ്രവാഹം പസഫിക് സമുദ്രം, ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം, ഹംബോൾട്ട് പ്രവാഹം ആർട്ടിക് സമുദ്രം. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. 2. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 3. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ മാത്രം. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത്. 2. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. 3. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ എല്ലാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. 2. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. 3. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ എല്ലാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നൈസർ
ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് GSLV Mk3 എന്ന വിക്ഷേപണ വാഹനമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 2 മാത്രം. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ എ ആണ് മോണ്ടക് സിംഗ് അലുവാലിയ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ. 1. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. 2. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം. 3. ഉയർന്ന വ്യവസായ പുരോഗതി. ഉത്തരം ഓപ്ഷൻ എ ആണ് 1, 2 ശരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഉത്തരം ഓപ്ഷൻ സി ആണ് പരുത്തിത്തുണി വ്യവസായം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതു തരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രചലിത നിക്ഷേപം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ. 1. പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. 2. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. 3. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. 4. ഇന്ത്യയിൽ കാർഷിക വികസനത്തിന് സാധ്യതകളില്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 2, 3 ശരിയാണ്. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ. ഉത്തരം ഓപ്ഷൻ എ ആണ് ബെൻ എസ് ബെർനാങ്ക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ദിബ്വിക്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1. 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭം. 2. അന്തർദേശീയ സ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. 3. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 3 ശരി. 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPCയുടെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് ജഗദാംബിക പാൽ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 106 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ജന്മസിദ്ധമായ പൗരത്വം. 2. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 3. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. 4. പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 കൽക്കട്ടയിൽ വെച്ചാണ്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ് 2, 4 ശരി. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അനന്യം പദ്ധതി. കേരളത്തിൽ GSDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് തൃതീയ മേഖല. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 2. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. 3. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. 4. പ്രകൃതിയിലെ സ്വാഭാവിക ജല സംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2, 3, 4 ശരി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മിച്ചഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് KN ഹരിലാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് റവാഡ A ചന്ദ്രശേഖർ. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപെൻറ്റിയർ ജെനിഫർ എഡൌഡ്ന
എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ക്രിസ്പർ കാസ് 9. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സൂപ്പർ ബഗുകൾ. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ലൈസോസൈം. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് വേദന. താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് യുറാസിൽ. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സെപ്റ്റംബർ 29. അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? ഉത്തരം ഓപ്ഷൻ സി ആണ് ബാക്ടീരിയ. RBCയിലെ വർണ്ണകം? ഉത്തരം ഓപ്ഷൻ എ ആണ് ഹീമോഗ്ലോബിൻ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ആരം 6ഉം ഫോക്കസ് ദൂരം F ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് F=R/2. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരികെ അതേ സ്ഥാനത്തു തന്നെ എത്തുകയാണെങ്കിൽ പന്തിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ ആണ് 0. മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുക്കുന്നവയിൽ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ശിവശക്തി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ വാതകങ്ങൾ? ഓക്സിജൻ, ഹീലിയം, ഹൈഡ്രജൻ, നിയോൺ. ഉത്തരം ഓപ്ഷൻ സി ആണ് 2ഉം 4ഉം. കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏത്? പ്രസ്താവനകൾ വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാവുന്ന വാതകം അല്ലെങ്കിൽ വാതകങ്ങൾ ഏത്? 1 അമോണിയ, 2 സൾഫർ ഡയോക്സൈഡ്, 3 കാർബൺ മോണോക്സൈഡ്, 4 നൈട്രജൻ ഡയോക്സൈഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1 അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. 2 സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. 3 1996 രൂപം കൊണ്ട ലണ്ടൻ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നീലക്കുയിൽ. വരിക വരിക സഹചരേ സഹന സമര സമയമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പയ്യന്നൂർ സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് കുച്ചിപ്പുടി. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഭീമസേനൻ. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യ. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് ക്രിക്കറ്റ്. സാധനങ്ങളിലെ ദ്വിമാന കോഡിന്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് QR കോഡ് റീഡർ. ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മോസില്ല ഫയർഫോക്സ്. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹബ്ബ്. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകവും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗ് ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചനാ ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കണ്ണാടിപ്പായ. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ്? ആർട്ടിക്കിൾ 17. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 10. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റ് പിന്തുണയോടെയുള്ള OTT പ്ലാറ്റ്ഫോമിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ് സി സ്പേസ്. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? ഉത്തരം ഓപ്ഷൻ ബി ആണ് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷൻ.
ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. ഓ ഐ ജസ്റ്റ് ഫോർഗോട്ട് ടു ബ്രിങ് ദ ബുക്ക്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്റർജെക്ഷൻ. Choose the correct pair of prepositions to complete the sentence. The documentary will be screened dash the conference hall dash the second floor tomorrow. ഉത്തരം ഓപ്ഷൻ എ ആണ്. in and on. Use the correct tense form to complete the given sentence. They dash the club a year ago. ഉത്തരം ഓപ്ഷൻ സി ആണ്. joined. Fill in the blank using the correct word to complete the idiom a bolt from the dash. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. blue. Convert the following sentence from active voice to passive voice form and choose the correct answer. They selected him. ഉത്തരം ഓപ്ഷൻ ബി ആണ്. He was selected by them. Find out the incorrectly spelled word from the options given below. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. Find out the idiom which means decide or agree to stop doing something. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. Call it a day. Which of the following is not a synonym for the word assuage? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. Aggravate. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മയിൽ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ശതകം ചൊല്ലിക്കുക. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. നൈയായികൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ. ഉത്തരം ഓപ്ഷൻ എ ആണ്. നൃപേന്ദ്രൻ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അധോമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉന്മുഖൻ. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 2. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 3. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ എല്ലാം ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 2. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. 3. ഗാന്ധിജി ഈ സമരത്തെ പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 മാത്രം ശരി. മാവോ സേത്തുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായിരുന്നു. 2. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. 3. ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു. 4. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 മാത്രം ശരി. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. 2. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. 3. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. 4. തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ മാത്രം ശരിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉർവശി ബൂട്ടാലിയ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആക്സിയം 4. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹംബൾട്ട് പ്രവാഹം. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വെക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റലിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്പേഡെക്സ്.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക. 1. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാവുന്നു. 2. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. 3. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിൽ ഫൊൻ ശീതക്കാറ്റ് വീശുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 1, 2. ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് മഹാനദി ഗോദാവരി ഡെൽറ്റ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ? ഉത്തരം ഓപ്ഷൻ എ ആണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. 1. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. 2. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. 3. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 10ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? 1. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. 2. മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്കെത്തിക്കുക. 3. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. 4. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഓപ്ഷൻ ഡി ആണ് സുസ്ഥിര വികസനം. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ് കർണാടക. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അമർത്യ സെൻ. ലേസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആഡം സ്മിത്ത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ് 1934 ആണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 2, 3. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആമുഖം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. 2. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം. 4. ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയുത്തരമില്ല. തെറ്റായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. ചേരും പടി ചേർക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിർദ്ദേശക തത്വങ്ങൾ. ചേരും പടി ചേർക്കുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള. BNSSന്റെ പൂർണ്ണ രൂപമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏതു വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കു വേണ്ടി. കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ആരംഭിച്ചത് എന്നു മുതൽ? ഉത്തരം ഓപ്ഷൻ എ ആണ് 2018. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേരളം. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് സ്ഥലത്തുമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2007 തിരുവനന്തപുരം. ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് APJ അബ്ദുൽ കലാം.
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA ഒരു ഡാഷ് സ്ഥാപനമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് നിയമാനുസൃത സ്ഥാപനം, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷിവകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യനിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ K. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏപ്രിൽ 7. ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് എഡ്വേർഡ് വിൽസൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഫീമർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണുവേത്? ഉത്തരം ഓപ്ഷൻ സി ആണ് പ്ലാസ്മോഡിയം. താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മനുഷ്യ ത്വക്കിന്റെ നിറം. ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോണിക്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യ. ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വിസരണം. 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 0. കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൽഗുംബസ് എന്ന മർമര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ചു കേൾക്കാം. ഇതിന് കാരണം ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അനുരണനം. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് രാകേഷ് ശർമ്മ. റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ നടത്തിയ ഡോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. താഴെ പറയുന്നവയിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ് സോഡിയം കാർബണേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അമോണിയം നൈട്രേറ്റ്. താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ബിസ്മത്ത്. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം? ഉത്തരം ഓപ്ഷൻ സി ആണ് അഞ്ചിഘട്ട്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് എയ്ഡൻ മാർക്രം. ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വാഗ്ബടാനന്ദൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 3 മാത്രം. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. 3. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് 3 മാത്രം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുക്കുന്നു. ശരിയായവ കണ്ടെത്തുക. 1. തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. 2. ഓണം, കേരളത്തിന്റെ ദേശീയ ഉത്സവം. 3. വിഷു, പുതുവർഷാരംഭത്തെയും പ്രകൃതി ഉണർവിനെയും സൂചിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ് എല്ലാം ശരിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2 മാത്രം. PR ശ്രീജേഷ്, മനു ബാക്കർ. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 3 മാത്രം. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2. 2025 മെയ് 7 ആയിരുന്നു ഇത് നടന്നത്. 3. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവികസേനകൾ പങ്കെടുത്തു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് എല്ലാം ശരിയാണ്. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1, 2 മാത്രം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. ഒരു സോഫ്റ്റ്വെയറിന്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫ്രീഡം 2 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുൻപ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചു നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്നു പറയുന്നത്. 3. JNU ലിനക്സ് സോഫ്റ്റ്വെയർ
ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 1. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റാൻ മോഡം ഉപയോഗിക്കുന്നു. 2. സിഗ്നലുകളെ പുനർനിർമ്മിക്കാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. 3. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3. വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സാത്തി. സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിധികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം? ഉത്തരം ഓപ്ഷൻ സി ആണ്. E0 FIR. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിലുള്ളവ എല്ലാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2012. താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ദുരന്ത നിവാരണ നിയമം 2005. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. Give the correct verb form. 700 rupees dash too much for this sari. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈസ്. Choose the best antonym for thrifty. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. extravagant. Remember to switch off the fan dash. Choose the appropriate tag. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. want you. Choose the correct preposition. We celebrate Independence Day dash 15 August. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. on. She was mending socks. Choose the correct passive form. Socks were being mended by her. The meaning of the idiom at 6s and 7s is? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മിസ്സിസ് കമല സെഡ് ടു രാജു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മിസ്സിസ് കമല ആസ്ക്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. ദ മീനിങ് ഓഫ് ദ വേർഡ് ആൽമ മേറ്റർ ഈസ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ഫോർമർലി അറ്റൻഡഡ്. ഐ കാൺ ഡാഷ് മൈ roommate's messiness. Fill in the blank using the correct phrasal verb. ഉത്തരം ഓപ്ഷൻ ബി ആണ്. put up with. ഓഷ എന്ന വാക്കിന്റെ സമാനാർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. ശബ്ദം. പക്ഷി എന്നർത്ഥം വരാത്ത പദം? ഓപ്ഷൻ സി. ദ്വിജം. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം? ഓപ്ഷൻ എ. പ്രേഷകൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ. ഗുരുക്കൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. കാസിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആകാശക്കോട്ട. സർവജ്ഞൻ എന്ന പദത്തിന്റെ വിപരീത പദമേത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ശ്വശുരൻ എന്ന പദത്തിന്റെ എതിർലിംഗമേത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്.